സമയമില്ല. നാളെ രാവിലെ നമുക്ക് റെഡിയായിട്ട് കല്യാണത്തിന് പോകണം, ഫംഗ്ഷന് പോകണം, സൂപ്പർ ബിസിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റ്നസ് തരും എന്നുള്ളത് 100% പക്കാണ്. ഉറപ്പായി നല്ല രീതിയിലൊരു വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ കുറേ കാലമായിട്ട് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഇത് കുറച്ച് ദിവസം എടുക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റം ഒറ്റ ദിവസത്തിൽ തന്നെ അറിയാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് സമയമില്ല എന്നാണെങ്കിൽ ഉറപ്പായും ഈ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ഫേഷ്യൽ ചെയ്ത റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഗുഡ്. അത്രയും നമ്മുടെ സ്കിൻ ഫ്രഷ് ആൻഡ് ഗ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ, ഒറ്റ യൂസിൽ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് കുറച്ച് ചന്ദനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു ചന്ദനത്തിൻ്റെ പൊടി നിങ്ങൾ മേടിച്ച് കയ്യിൽ വെച്ചേക്കാട്ടോ. നല്ല രീതിയിൽ വർക്ക് ആവുന്നതാണ്. സൂപ്പർ റിസൾട്ട് കിട്ടും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല ഒരു ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും യൂസ് ആക്കുക. ഉറപ്പായും അത് നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അടുത്തതായിട്ട് ഞാൻ മിക്സ് ആക്കുന്നത് തൈരാണ്. തൈര് നമ്മുടെ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും സൺ ടാനും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ യൂസ് ആക്കാനായിട്ട് പറ്റും. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യണം, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചന്ദനം യൂസ് ആക്കാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ തൈര് കുറച്ച് മഞ്ഞൾ ചേർത്തിട്ട്, കസ്തൂരി മഞ്ഞളോ അല്ല നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ചേരുന്ന മഞ്ഞൾ അത് ചേർത്തിട്ട് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തീരെ ചന്ദനം പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും മഞ്ഞൾ തന്നെ ചേർത്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ചന്ദനം യൂസ് ആക്കുന്നതാണ്. വൈ? ബിക്കോസ് ഭയങ്കര സൂപ്പറായിട്ട് വർക്കാകും, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അടുത്തായിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് തൈര് പറ്റില്ല എന്നാണെങ്കിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു അര സ്പൂൺ തൈര് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയൊക്കെ നിങ്ങൾ റോസ് വാട്ടർ ചേർത്ത് മിക്സ് ആക്കുന്നതാട്ടോ നല്ലത്. ചന്ദനത്തിൻ്റെ റിയൽ ആയിട്ടുള്ള ചന്ദനമൊക്കെ കിട്ടും എന്നാണെങ്കിൽ അത് യൂസ് ആക്കുക. അതല്ല എന്നാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നമുക്ക് മുഖത്തിടാനുള്ള ചന്ദനം കിട്ടും, പൗഡറായിട്ട് കിട്ടും. അത് മേടിച്ച് യൂസ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ യൂസ് ആക്കുന്നത് HNAT എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചന്ദനത്തിൻ്റെ പൊടിയാണിത്. ഞാൻ കോംബോ ആയിട്ട് മേടിച്ചതാണ്. കുറച്ചധികം പൗഡേഴ്സ് ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് പാക്കറ്റിലായിട്ട്. സോ അത് നമുക്ക് ഒരു കോംബോ ആയിട്ട് കിട്ടും. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് നമുക്ക് ചന്ദനത്തിൻ്റെ പൊടി മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അവൈലബിൾ ആട്ടോ. സോ നമുക്ക് ഈസി ആയിട്ട് മേടിച്ച് യൂസ് ആക്കാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അങ്ങാടി മരുന്ന് കടകളൊക്കെ ഉണ്ടല്ലോ, ആയുർവേദ ഷോപ്സ്, അവിടെയൊക്കെ കിട്ടുന്നതാണ്. നല്ല രീതിയിൽ സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ആക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും മിനിമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ റോസ് വാട്ടർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണ്ടാന്നാണെങ്കിലോ കയ്യിലില്ലെങ്കിലോ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. തൈരും ചന്ദനവും മാത്രം ചേർത്ത് നമുക്ക് മിക്സ് ആക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ ഓൾറെഡി മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ യൂസ് ചെയ്തിട്ട് നമുക്ക് മുഖം നന്നായിട്ട് കഴുകാം. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. എല്ലാവർക്കും റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് കുറച്ച് സമയം എടുക്കുന്നേ ഉണ്ടാവുള്ളൂ. ആദ്യ യൂസിൽ തന്നെ നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. കുറേ നാൾ കൊണ്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള സ്കിൻ കെയറും ചെയ്യുന്നില്ല, ഫേസ് പാക്കൊക്കെ ഒന്നും യൂസ് ആക്കിയിട്ടേ ഇല്ല, നല്ല രീതിയിൽ ടാനും ഡെഡ് സെൽസും ഉണ്ടെങ്കിൽ ആദ്യത്തെ യൂസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കണ്ടില്ല എന്ന് വരാം. കാര്യം നമ്മുടെ ആ ഡെഡ് സെൽസ് പോകാനും
സൺ ടാനൊക്കെ മാറിയിട്ട് വിസിബിളായിട്ടുള്ള ഒരു ചേഞ്ച് അറിയാനായിട്ട് ടൈം എടുത്തെന്ന് വരാം. പക്ഷെ അല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ്, കഴിഞ്ഞൊരു സമയത്തിൽ നല്ല തിരക്കൊക്കെ കാരണം ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആദ്യ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പം എൻ്റെ ഒരു കേസാണെന്ന് വെച്ചാൽ ഞാൻ പ്രോപ്പറായിട്ട് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും നോർമലി. പക്ഷേ ചില സമയത്ത് അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും. ഒട്ടും തന്നെ ഒരു എനർജി ഉണ്ടാവത്തില്ല, ടയേർഡായിരിക്കുന്ന കാരണം. ഈവൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ടയേർഡായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് തോന്നുന്ന ടൈമിൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഞാൻ കുറച്ച് ആ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഉറപ്പായും ഒരു 1 വീക്കിനുള്ളിൽ തന്നെ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പാമ്പർ റുട്ടീനൊക്കെ നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാം. ഒരിക്കലും അങ്ങനെ മതിയാക്കി പോരുത്, നിർത്തി പോരുത്. തീർച്ചയായിട്ടും തിരിച്ചു വരിക. ഇപ്പോൾ നമുക്ക് ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ട് വിഷയമുള്ള കാര്യമല്ല, പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാര്യം പ്രോബ്ലംസും അതും ഇതൊക്കെ വരും, പക്ഷേ അതൊക്കെ വളരെ ടെമ്പററി ആണ്. നമുക്ക് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊക്കോളും. അതിന് നമ്മൾ ഓവറായിട്ട് എനർജി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ എനർജി നമ്മൾക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കുക, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ആക്കുക. എപ്പോഴും സെൽഫ് കെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. കണ്ടപ്പോൾ എൻ്റെ കാണുമ്പോൾ വലിയ കളർഫുൾ ആയിട്ടുള്ള പാക്കൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വൈ? ബിക്കോസ് സാധാരണ അങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രോപ്പറായിട്ട് ഇത് യൂസ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മുഖം കഴുകി എന്നിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മളത് 15 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ആവുക, 2 പാട്ടൊക്കെ ഇട്ട് കിടക്കുക. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. സ്ക്രബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തും കൂടെ മസാജ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി. ജസ്റ്റ് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് 3 തവണ സർക്കുലർ മോഷനിലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി അങ്ങനെ പറയുന്നത്. വളരെ ജെൻറ്റലായിട്ട് വേണം മുഖത്ത് സ്ക്രബ് ചെയ്യാനായിട്ട്. ഫുൾ ബോഡി വേണമെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ആക്കാം. എന്നിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാട്ടോ. നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. ഇനി പാർട്ടി ഫംഗ്ഷൻ ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്താൽ മതി. ഉറപ്പായും നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. സൂപ്പറാണ്, സൂപ്പർ വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.